എന്താ അമ്മയുടെ ഉണ്ണി കരയുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഗണേശൻ പറയും, അമ്മ ഈ നിൽക്കണ മുരുകനുണ്ടല്ലോ, ഇവൻ എന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് ഇവൻ പറയാ, നോക്ക് നാട്ടുകാർക്ക് മുഴുവൻ ഇത്രയേ ഉള്ളൂ ചെവി, നിന്റെ മാത്രം ചെവി എന്താ അങ്ങനെ പരന്നിരിക്കണേന്ന് ചോദിച്ചിട്ട് എന്റെ ചെവിയിൽ പിടിച്ച് വലിച്ചു എന്ന് പറയും. അപ്പോ മുരുകന്റെ അടുത്ത് അമ്മ ചൂടാവും. ആണോ, ശരിയാണോ സുബ്രഹ്മണ്യ, നീ എങ്ങനെ ചെയ്തോ? അപ്പോ സുബ്രഹ്മണ്യം പറയും, അമ്മേ എന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ പറയാ, ദിങ്ങടും കുറയത്തല്ല ദിങ്ങടും കുറയത്തല്ല. സാധാരണ മനുഷ്യന്മാർക്കൊക്കെ 2 കണ്ണാണുള്ളത്, നിനക്ക് മാത്രം 1 2 3 4 5 6 എണ്ണീട്ട് തീരുന്നില്ലല്ലോ. ഇവിടെ നിന്നാ നിനക്ക് എന്നെ കാണാമോ, ഇവിടെ നിന്നാ നിനക്ക് എന്നെ കാണാമോ എന്ന് ചോദിച്ച് എന്നെ കളിയാക്കി. അപ്പോ അമ്മ ഗണപതി എടുത്ത് പറയും, നീയാണ് മൂത്തത്, ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല. അപ്പൊ ഗണപതി പറയും, അമ്മ നേരത്തെ പറഞ്ഞില്ലേ നല്ല സുന്ദരം മൂക്കാണെന്ന്. ഈ മൂക്ക് ആ മുരുകൻ അവന്റെ വേലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് മാനക്കേടല്ലേ? എല്ലാവരുടെ അടുത്ത് അവൻ പറയുക, ഇത്രയേ ഉള്ളൂ എല്ലാവരെയും മൂക്ക്, ഇവന് മാത്രം ഇത്ര നീളമുള്ള മൂക്ക് എന്താന്ന് പറഞ്ഞ് ശൂലം വെച്ചിട്ട് എന്റെ മൂക്കിൽ കുത്തി. അങ്ങനെ ഇവര് 2 പേരുമുള്ള പരാതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പാർവതി പറയും, മതി നിർത്തിക്കോ, നിങ്ങൾ 2 പേരും സഹോദരന്മാരാണ്, ഇങ്ങനെ തമ്മി തല്ലാൻ പാടില്ല, സ്നേഹത്തോടെ കൂട്ടായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗണേശന്റെ തുമ്പിക്കൈ എടുത്ത് സുബ്രഹ്മണ്യന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് കോംപ്രമൈസ് ആക്കും. അങ്ങനെ പാർവതി 2 പേരെയും പിടിച്ച് തിരിഞ്ഞു നടക്കാം. എവിടേക്ക്? അച്ഛന്റെ അടുത്തേക്ക്. അപ്പോഴുണ്ടോ തീരുന്നു മുറുമുറുപ്പ് ഗണേശന്. ഗണേശൻ വിളിക്കും, അതെ എന്റെ കയ്യിൽ അച്ഛന്റെ പാമ്പുണ്ട്, നീന്ത ഞാൻ അതിനെ കൊണ്ട് കൊത്തിക്കും. അപ്പൊ സുബ്രഹ്മണ്യം പറയും, ഞാൻ മയിലിന്റെ പുറത്താണ് നടക്കണമെന്ന് അറിയാവോ, എന്റെ മയില് നിന്റെ പാമ്പിനെ തോണ്ടിക്കളയും. അപ്പൊ ഗണേശൻ പറയും, ഓ എന്റെ കൈ നോക്കിക്കേ, മസിലും ഉണ്ടാവും, ഇടുക്കി ഞാൻ. അപ്പൊ സുബ്രഹ്മണ്യം പറയും, ആകെ ചൊട്ടച്ചാൻ നീളമല്ലേ ഉള്ളൂ, ഈ ശൂലം വെച്ചിട്ട് ഒരു കുത്ത് തന്നാൽ നീ തെറിച്ചു പോകും. 2 ആളും തമ്മിൽ വീണ്ടും അമ്മയുടെ കൈ പിടിച്ച് പുറകിന് നിന്ന് ശണ്ട. അപ്പൊ അമ്മ തിരിഞ്ഞിട്ട് പറയും, ഒരക്ഷരം മിണ്ടിപ്പോകും, നടക്ക 2 പേരും എന്ന് പറഞ്ഞ് പാർവതി നമ്മൾ കുട്ടികളെ കോംപ്രമൈസ് ചെയ്യുന്നത് പോലെ എങ്ങനെയായിരിക്കും ദേവലോകത്ത് പാർവതി കോംപ്രമൈസ് ചെയ്ത് 2 ആളെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നൃത്താവിഷ്കാരം